ഹലോ മക്കളെ, നിങ്ങളുടെ ഇംഗ്ലീഷ് പരീക്ഷയുടെ പേപ്പർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇത് നിങ്ങളുടെ പേപ്പർ അല്ല കേട്ടോ, ഈ വർഷത്തെ മോഡൽ പരീക്ഷ. നിങ്ങൾ ഓൾറെഡി എഴുതിയ പേപ്പറാണ്. നിങ്ങളൊരു സത്യം മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, എല്ലാ വർഷവും എങ്ങനെയാണോ മോഡൽ വന്നത് അതേപോലെ തന്നെയായിരിക്കും പബ്ലിക് എക്സാം വന്നിരിക്കുന്നത്. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ഇത് 100% ട്രൂ ആണ്. എങ്ങനെയാണോ മോഡലിൻ്റെ സ്ട്രക്ചർ അവർ ചെയ്തത്, എന്തൊക്കെ ചോദ്യങ്ങളാണോ ചോദിച്ചത്, അതേ സാധനം തന്നെയാണ് പബ്ലിക്കിൽ ചോദിക്കുക. എന്ന് വെച്ചിട്ട് നരേറ്റീവ് അഡ്വഞ്ചേഴ്സിൻ്റെ മാനൻട്രി ആണ് വന്നെങ്കിൽ പബ്ലിക്കിലും അങ്ങനെ തന്നെ വരണമെന്നില്ല. പക്ഷേ നരേറ്റീവ് ഉണ്ടാവും. മോഡലിൽ നരേറ്റീവ് വെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക്കിൽ നരേറ്റീവ് ഉണ്ടാവും. മോഡലിൽ റിപ്പോർട്ട് സ്പീച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക്കിലും അതിന് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മറ്റന്നാളത്തെ നിങ്ങളുടെ ഇംഗ്ലീഷ് പേപ്പർ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും. ഇതൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾ ലൈവിൽ വരണം. വളരെ ഷോർട്ടായിട്ട് നിങ്ങളുടെ പരീക്ഷയിൽ വരാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ടായിരിക്കും നമ്മൾ ലൈവിൽ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ ലൈവിൽ നിങ്ങൾ എല്ലാവരും വരണം. ഇന്നത്തെ വൈകുന്നേരത്തെ ലൈവിൽ നമ്മൾ ചാപ്റ്റേഴ്സും പോയംസും ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. അതേപോലത്തെ നാളത്തെ ലൈവിൽ ഡിസ്കോസും അതുപോലെ മോർണിംഗ് ബൂസ്റ്ററിൽ കംപ്ലീറ്റ് ഗ്രാമർ നമ്മൾ തീർക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മൾ ഫുൾ മാർക്ക് വാങ്ങാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മുടെ പേപ്പറിലേക്ക് വരാം. മറ്റന്നാളത്തെ പേപ്പർ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് തന്നെ എന്തുണ്ടാവും മക്കളെ? റീഡിംഗ് കോമ്പിനേഷൻ ഉണ്ടാവും. അതിൽ ഫസ്റ്റ് ഒരു നോൺ പാരഗ്രാഫ് ആയിരിക്കും ഉണ്ടാവുക. മോഡൽ എക്സാമിലും അങ്ങനെ തന്നെ ആയിരുന്നു ഉള്ളത്. മോഡൽ എക്സാമിൽ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് വന്നത്. പബ്ലിക്കിൽ അങ്ങനെ സെയിം ചാപ്റ്ററിന് വരണമെന്നില്ല. എന്ന് മാത്രമല്ല സെയിം ചാപ്റ്ററിന് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ പബ്ലിക്കിൽ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പാരഗ്രാഫ് വരാനുള്ള ചാൻസ് ആക്ച്വലി വളരെ കുറവാണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് വരാനുള്ള ചാൻസ്. ഇനി സാർ ഇതിലൊക്കെ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വരിക എന്നുള്ളതിൻ്റെ പ്രൊഡിക്ഷൻ വീഡിയോ നമ്മൾ ഓരോ നൈറ്റ് ഇടുന്നുണ്ട്. ഓൾറെഡി കുറേ ഇട്ടിട്ടുണ്ട്, ഇനി ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം സാർ വേണം എന്നുള്ള കാര്യം. ഓക്കെ, റെഡി. അപ്പം നോൺ പാരഗ്രാഫ് വരുന്നതായിരിക്കും. ഓൾറെഡി നിങ്ങൾ പഠിച്ച ചാപ്റ്റർ, അതിന് 5 ചോദ്യങ്ങൾ, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ നോൺ പോയം, ഇപ്രാവശ്യം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ആണ് വന്നത്. അതുപോലെ ഒരു പോയം വരും. മിക്കവാറും ഇത് വരാതിരിക്കാനാണ് ചാൻസ് ഉള്ളത്. അതൊന്നും 5 ചോദ്യങ്ങളുണ്ടാവും, വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അൺനോൺ ഉണ്ടാവുന്നതായിരിക്കും. സാർ അതിൻ്റെ മുമ്പ് അപ്രീസിയേഷൻ ഉണ്ടാവുന്നതായിരിക്കും. അപ്രീസിയേഷൻ പഠിച്ചു വെക്കുക. അത് ഏതാണ് പഠിക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ അലൻ സാറിന് ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്രീസിയേഷൻ്റെ പ്രൊഡിക്ഷൻ, അത് പോയി കാണാം, അതിലുള്ള പഠിക്കുക. അതും 5 മാർക്കിന് വരുന്നതായിരിക്കും. അതിനുശേഷം ഒരു ന്യൂ പാസേജ്, നിങ്ങൾ കാണാത്തൊരു പാസേജ്. ഇത് മിക്ക സമയത്തും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അത് ഈസി ആയിരിക്കും, പൊതുവേ ഈസി ആയിരിക്കും. അവിടെ നിന്ന് 5 മാർക്ക് വരും. അപ്പോൾ ഇങ്ങനെയായിരിക്കും ആദ്യത്തെ സെക്ഷൻ ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ ചാപ്റ്റർ പഠിക്കണം, പോയംസും പഠിക്കണം. ക്ലിയർ ആണല്ലോ? ചാപ്റ്ററും പോയം എങ്ങനെ പഠിക്കും? ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ വരും. നിങ്ങൾ ഫുള്ളായിട്ട് പഠിക്കും. റെഡി? അതിനുശേഷം റൈറ്റിംഗ് സെക്ഷൻ ആയിരിക്കും, അഥവാ ഡിസ്കോസിൽ ഇപ്രാവശ്യം നമ്മുടെ മോഡൽ വെച്ച് നരേറ്റീവ് റൈറ്റപ്പ് 14 മാർക്സ് ഉണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 7 മാർക്ക് കിട്ടുള്ളൂ. 7 മാർക്ക് എഴുതിയാൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പോൾ റൈറ്റപ്പും നരേറ്റീവും രണ്ടും പഠിച്ചു വെക്കുക. ഏതാണോ പരീക്ഷയിൽ വരുമ്പോൾ ഏത് ചാപ്റ്റർ എന്നാണ് വരിക നമുക്ക് 100% പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഏതാണോ നിങ്ങൾ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ഉള്ളത്, ഏതാണോ നിങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത് അതിൻ്റെ എഴുതുക. നരേറ്റീവ് ആണ് നരേറ്റീവ് എഴുതുക, റൈറ്റപ്പ് ആണ് റൈറ്റപ്പ് എഴുതുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന എഴുതുക. അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇനി സാർ ഈ നരേറ്റീവിൻ്റെ റൈറ്റപ്പിൻ്റെയൊക്കെ ഫോർമാറ്റ് എന്താണ്, അതിനൊരു പ്രത്യേക രീതി ഉണ്ടാവില്ലേ, അത് നാളത്തെ ഡിസ്കോസിൻ്റെ ലൈവിൽ പഠിപ്പിക്കുന്നതായിരിക്കും. ഫോർമാറ്റ് മാത്രമല്ല, ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളതിൻ്റെ റൈറ്റപ്പും നരേറ്റീവും എല്ലാം നമ്മൾ എക്സാമ്പിൾ വെച്ച് പഠിപ്പിക്കുന്നതായിരിക്കും. അത് ബൈ ഹാർട്ട് പഠിച്ച് പോയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? റെഡി. നെക്സ്റ്റ് സെക്ഷനാണ് നമ്മുടെ 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. 5 മാർക്കിൻ്റെ നോട്ടീസ്, ഡയറി എൻട്രി, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. 3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. അവിടെ 3 ചോദ്യങ്ങൾ 2 ചോദ്യങ്ങൾ ഉത്തരം കൊടുത്താൽ മതി. 10 മാർക്കായിരിക്കും ടോട്ടൽ കിട്ടുക. ക്ലിയർ ആണല്ലോ? ആ രീതിയിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഉള്ളത് കുറച്ചുകൂടി ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. ക്യാരക്ടർ സ്കെച്ച്, ന്യൂസ് റിപ്പോർട്ട്, ലെറ്റർ ടു ചെയർമാൻ, ജസ്റ്റ് ലെറ്റർ തന്നെ, പിന്നെ പാരഗ്രാഫ്, പ്രൊഫൈൽ. ഇത്രയായിരുന്നു അടുത്ത സെക്ഷനുള്ളത്. അവിടെ 18 മാർക്സിനാണ് വന്നത്. ടോട്ടൽ 30 മാർക്സിന് എഴുതാനുണ്ടായിരുന്നു. 18 മാർക്സിന് നിങ്ങൾ എഴുതിയാൽ മതി. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റൈറ്റിംഗ് സെക്ഷന് ഈ മോഡൽ എക്സാമിന് വന്നത്. 90% ഇത്രയും കാര്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻഷുർ ചെയ്യേണ്ട കാര്യം, ഉറപ്പിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ഈ കംപ്ലീറ്റ് സാധനം പഠിക്കണം. അതെങ്ങനെ സാർ പഠിക്കുക? നാളത്തെ ലൈവിൽ വന്നാൽ ഫുൾ സാധനം പഠിപ്പിക്കും. ഇത് മാത്രമല്ല, ഇത് അല്ലാതെയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല 90% ഇത്രയായിരിക്കും. ബാക്കി ഒരു 10% വേറെയും റൈറ്റപ്സ്, അത് വേറെയും റൈറ്റിംഗ് സെക്ഷൻ ഡിസ്കോസ് വരാൻ ചാൻസ് ഉണ്ട്. അതും നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അത് വന്നാലും നിങ്ങൾക്ക് കിട്ടും, ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ രീതിയിലായിരിക്കും റൈറ്റിംഗ് സെക്ഷൻ ഉണ്ടാവുക. പിന്നെ ഒരു റീഡിംഗ് കോമ്പറ്റീഷൻ, ഒരു ടേബിൾ ഇങ്ങോട്ട് തരും. ടേബിളിൽ നിന്ന് കുറച്ച് ഡേറ്റ, ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ? പേപ്പറിലുണ്ട് 5 മാർക്കിൻ്റെ ചോദ്യം, ഭയങ്കര സിമ്പിളായിരിക്കും. പിന്നെ ലാസ്റ്റ് സെക്ഷനാണ് ഗ്രാമർ. ഗ്രാമറിൽ എന്തുണ്ട്? റിപ്പോർട്ട് സ്പീച്ച് ഉണ്ടായിരുന്നു, എഡിറ്റ് പാസേജ് ഉണ്ടാവും, ഫ്രേസൽ വെർബ്സ് ഉണ്ട്, പ്രിപ്പോസിഷൻ ഉണ്ട്, അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഇൻ, ഫോർ, ഓണൊക്കെ വെച്ചിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, പിന്നെ നൗൺ ഫ്രേസ്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞില്ല. പിന്നെ കോൺവെർസേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് എല്ലാ വർഷവും ഓൾമോസ്റ്റ് ഈ ഒരു രീതിയിൽ തന്നെയാണുള്ളത്. ഗ്രാമറിൽ വലിയ മാറ്റങ്ങൾ വരാറില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ ചോദിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. 21 മാർക്സിനാണ് ടോട്ടൽ ഗ്രാമർ വന്നത്. അപ്പോൾ ഗ്രാമർ നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ. നമ്മൾ ഈ ദിവസങ്ങളിൽ എങ്ങനെ ഗ്രാമർ എടുക്കാൻ പോകുന്നത്? നിങ്ങളുടെ മോർണിംഗ് ബൂസ്റ്ററിൽ ഗ്രാമറിലെ എല്ലാ ചോദ്യങ്ങളൂടെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ. നിങ്ങൾ ഇന്നേവരെ ഗ്രാമർ തീരെ പഠിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് മക്കളെ, നിങ്ങൾ ഓൾറെഡി നമ്മൾ 2 ദിവസം മുമ്പ് എടുത്ത ഗ്രാമറിൻ്റെ ലൈവ് പോയി കാണാം.
അതിൽ എനിക്കൊന്ന് 2.5-3 മണിക്കൂറേ ഉള്ളൂ. കംപ്ലീറ്റ് ഗ്രാമർ, തിയറി മാത്രമല്ല കംപ്ലീറ്റ് ചോദ്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അത് മാത്രം പഠിച്ചാൽ ഈ 21 മാർക്ക് ഉറപ്പാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ മോർണിംഗ് ബൂസ്റ്ററും കൂടെ കണ്ടാൽ തീർന്നു, സെറ്റാണ്, വേറെ ഒന്നും ചെയ്യേണ്ട. ഓൾറെഡി നിങ്ങൾ ഗ്രാമർ അത് വീഡിയോ കണ്ടവരാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല, മോർണിംഗ് ബൂസ്റ്ററിൽ വരെ നമ്മൾ ഫുള്ള് പഠിച്ച് തീർക്കുന്നതായിരിക്കും. ഓക്കെ, റെഡി. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സാർ ഈ ചാപ്റ്ററിനെല്ലാം കൂടെ എത്രയും മാർക്കാണ് വരിക? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അത് നിങ്ങൾ ബേസിക് ആയിട്ടൊരു കാര്യം നിങ്ങളുടെ തലയിൽ കയറണം. ഈ ചാപ്റ്റർ എല്ലാം കൂടെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും. ഈ നോൺ പാരഗ്രാഫിന് 5 മാർക്ക് കിട്ടും. പിന്നെ എല്ലാ റൈറ്റിംഗും എന്ത് ബേസ്ഡ് ആണ്? ചാപ്റ്റർ ബേസ്ഡ് ആണ്. ചാപ്റ്ററിലെ കണ്ടന്റ് അറിയില്ല നിങ്ങൾക്ക് ഇതിൽ ഡയറി എൻട്രി എഴുതാൻ പറ്റില്ല, നെഗറ്റീവ് എഴുതാൻ പറ്റില്ല, റൈറ്റപ്പ് എഴുതാൻ പറ്റില്ല, ഇന്റർവ്യൂ ക്വസ്റ്റൻ പോലും പറ്റില്ല. കാരണം ഇന്റർവ്യൂ ക്വസ്റ്റനും നിങ്ങളുടെ ചാപ്റ്ററിലെ ക്യാരക്ടറിനോട് ചോദിക്കുന്ന ഇന്റർവ്യൂ ക്വസ്റ്റൻ ആയിരിക്കും. 35 മാർക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പോൾ 5 മാർക്ക് പിന്നെ 35 മാർക്ക്, അതായത് 40 മാർക്കും വരാൻ പോകുന്ന ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ ചാപ്റ്റർ ഇന്നത്തെ ലൈവിൽ വന്ന് പഠിച്ചില്ലേ 40 മാർക്ക് വെള്ളത്തിൽ വന്ന് പഠിച്ചാൽ 40 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. പോയം പഠിച്ചാൽ എത്ര മാർക്ക് കിട്ടും? പോയതിൻ്റെ അപ്രീസിയേഷൻ 5 മാർക്ക്, പിന്നെ ആ പോയം കോംപ്രിഹെൻഷൻ 5 മാർക്ക്, 10 മാർക്കാണ് പോയതിന് കിട്ടുക. ഓക്കെ, അതിലും എല്ലാ പോയും ഒരേപോലെ പഠിക്കൊന്നും വേണ്ട. ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള പോയി നമ്മുടെ അപ്രീസിയേഷൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏത് വീഡിയോ? അപ്രീസിയേഷൻ്റെ പ്രൊഡിക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ 10 മാർക്ക് പോക്കറ്റിലെ. പിന്നെ നമ്മുടെ ഗ്രാമർ പഠിക്കണം. ഗ്രാമറിന് എത്ര മാർക്ക്? 21 മാർക്ക്. ഓക്കെ, ഇത് കൂടാതെ നിങ്ങളുടെ എന്തുണ്ടാവും? റീഡിംഗ് കോംപ്രിഹെൻഷൻ, അൺനോൺ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്നൊക്കെ എക്സ്ട്രാ മാർക്ക് വരും. ക്ലിയർ ആണല്ലോ? അപ്പം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. ആ ചെയ്യേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ടും കൂടി ചെയ്താൽ ഇത്രയും മാർക്ക് ഉറപ്പാണ്. പിന്നെ ബാക്കിയുള്ള മാർക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്തായാലും കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് പരീക്ഷയിൽ A+ വാങ്ങാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ പഠിക്കണമെങ്കിൽ വൈകുന്നേരത്തെ ഇന്നത്തെയും നാളത്തെയും ലൈവിൽ വരിക, ഫുൾ അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. ക്ലിയർ ആണല്ലോ മക്കളെ? ബൈ ബൈ, ടേക്ക് കെയർ. ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ ഏത് വീഡിയോസ് വേണം എന്നുള്ള ആരും കൂടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ ചെയ്യുന്നതായിരിക്കും. ബൈ ബൈ, വൈകുന്നേരത്തെ ലൈവിൽ കാണാം.